എന്നിട്ട് കണ്ണ് നനച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാണ്, പടച്ചോനെ എന്റെ ഭാര്യയെ എനിക്ക് സ്വർഗത്തിലും ഇണയായി നൽകണേ, എന്റെ പെണ്ണിനെ എനിക്ക് സ്വർഗത്തിലും ഇണയായി നൽകണേ. ഇതാണ് സൗന്ദര്യം കൂട്ടരെ. മുഖത്തിട്ട 25,000 പുട്ടിയല്ല, കല്യാണത്തിന് വാടകയ്ക്കെടുത്ത 50,000 പളപളപ്പുള്ള വസ്ത്രങ്ങളല്ല, ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്ന പുതിയാപ്പളക്ക് പോകാൻ, പുതിയാപ്പളയുടെ കൂട്ടുകാർക്ക് കയറിപ്പോകാൻ വാടകയ്ക്കെടുത്ത വാഹനങ്ങളല്ല. ഇതൊന്നുമല്ല കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കല്യാണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു സുഗന്ധം കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അബ്ദുറഹ്മാനെ കല്യാണം കഴിഞ്ഞോ? നബിയെ കല്യാണം കഴിഞ്ഞു. അള്ളാന്റെ റസൂലെ കല്യാണം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലോ 40,000, 10,000, 5,000 എല്ലാ മനുഷ്യരും പങ്കെടുക്കണം. അതിലേതെങ്കിലും ഒരാളെ മറന്നാൽ അതോടുകൂടെ ബന്ധം തെറ്റി. ഒരു കാരണം, ഒരു തെറ്റിയത് കല്യാണത്തിന് വിളിക്കാത്തതിനല്ല, സ്വർണ്ണം എടുക്കാൻ പോകുന്നത് അമ്മോനോട് ചോദിക്കാത്തതിന്റെ പേരിൽ മുപ്പര് ബന്ധം മുറിച്ചു. അതാണ് അവസ്ഥ. സ്വർണം എടുക്കാൻ പോകുന്ന ഒരു ചടങ്ങ്, സ്വർണം കാണാൻ പോകുന്ന ഒരു ചടങ്ങ്, മൈലാഞ്ചിയിടൽ ചടങ്ങ്. ഇവിടെയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കല്യാണം റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കല്യാണം കഴിഞ്ഞോ? ഔലിം വലൗ ബിശാത്ത്. എന്നാൽ അബ്ദുറഹ്മാനെ ചെലവ് കിട്ടണം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാ ചെലവ് കിട്ടണം കേട്ടോ. ആരും അറിയാതെ കല്യാണം കഴിച്ചിരിക്കാണല്ലേ, എന്നാ ചെലവ് കിട്ടണം. ഒരു ആടിനറുത്തിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടാ. എത്ര ലളിതമായിരുന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ജാബിറേ ചെറുപ്പക്കാരനാണ്, ഇങ്ങനെ നടന്നാ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? അദ്ദേഹത്തിന്റെ മറുപടി, നബിയെ കല്യാണം കഴിഞ്ഞു. അതും റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല. നമ്മളെ ചില മഹലിലൊക്കെ ഭയങ്കര പിടിവാശിയാണ്. മഹല്ലറിയാതെ ഒന്നും നടക്കരുത്, മഹലിന്റെ ഖുത്ബ തന്നെ വേണം, മഹല്ല് കാലി തന്നെ തീരുമാനിക്കും. അതില്ല എങ്കിൽ ഇതാ നിങ്ങളെ മഹല്ലിൽ നിന്ന് പേരുവെട്ടും, ഊരുവിലക്ക്. മഹല്ല് സെക്രട്ടറിയാണ് റസൂലുള്ളാഹി, മഹല്ലിന്റെ പ്രസിഡന്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കാളിയാണ്, നേതാവാണ്, എല്ലാമാണ്. പക്ഷേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. പ്രവാചകന്റെ ചോദ്യം, കന്യകയാണോ വിധവയാണോ? നബിയെ വിധവയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതെന്തു പറ്റി ജാബിറേ? ചെറുപ്പമല്ലേ, ചെറുപ്പക്കാരനല്ലേ, ഒരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? നബിയെ ചെറിയ പെങ്ങന്മാരാണ് വീട്ടിലുള്ളത്. ഉപ്പ മരണപ്പെട്ടു. ഞാൻ ആഗ്രഹിക്കുന്നത് ആ പെങ്ങന്മാർക്ക് ഒരു ഉമ്മയുടെ, ഒരു താത്തയുടെ സ്ഥാനത്തുള്ള ഒരാളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിലെ കല്യാണം പ്രിയമുള്ളവരെ, അത് മാന്യമായിരിക്കണം. ആ കല്യാണത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ആ വധൂവരന്മാരുടെ ദീനായിരിക്കണം. നമ്മുടെ ഒരു ആദർശ സുഹൃത്തിന്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ആ ഭാര്യയുടെ മയ്യത്തിന്റെ മുന്നിൽ അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത് അദ്ദേഹമാണ്. 3 കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഇണയുടെ മയ്യത്ത് കൊണ്ടുവച്ച് അദ്ദേഹം ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാണ്, റബ്ബേ എന്റെ മക്കൾക്ക് തർബിയത്ത് കൊടുത്തത് ഇവളാണ്, എന്റെ മക്കൾക്ക് തർബിയത്ത് നൽകിയത്, എന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചത്, എനിക്ക് ദീനിൽ കൈപിടിച്ചെന്റെ കൂടെ നിന്നത് റബ്ബേ എന്റെ ഇണയാണ്. എന്നിട്ട് കണ്ണ് നനച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാണ്, പടച്ചോനെ എന്റെ ഭാര്യയെ എനിക്ക് സ്വർഗത്തിലും ഇണയായി നൽകണേ, എന്റെ പെണ്ണിനെ
എനിക്ക് സ്വർഗത്തിലും ഇണയായി നൽകണേ. ഇതാണ് സൗന്ദര്യം കൂട്ടരെ. മുഖത്തിട്ട 25,000 പുട്ടിയല്ല, കല്യാണത്തിന് വാടകയ്ക്കെടുത്ത 50,000 പളപളപ്പുള്ള വസ്ത്രങ്ങളല്ല, ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്ന പുതിയാപ്പളക്ക് പോകാൻ, പുതിയാപ്പളയുടെ കൂട്ടുകാർക്ക് കയറിപ്പോകാൻ വാടകയ്ക്കെടുത്ത വാഹനങ്ങളല്ല. ഇതൊന്നുമല്ല കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം. കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ദീനാണ്. കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം പ്രിയമുള്ളവരെ ദീനാണ്. ആ ദീനിലേക്ക് മടങ്ങണേ.